ഉള്ള കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു ചത്ത പട്ടിക്ക് പോലും ഒരു പട്ടിക്കുഞ്ഞിന് പോലും ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പേടിയില്ല. അതിപ്പം ഗ്രീഷ്മയാണേലും ഋതു ആണേലും ഇതുവരെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ബലാത്സംഗങ്ങൾ നടത്തിയ ആർക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പുല്ലുവിലയില്ല, പേടിയില്ല. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇവിടെ ഇതിന് മാത്രം അലമ്പും കൊള്ളയും നടക്കത്തില്ല. പിന്നെ പേടിയുള്ള ആൾക്കാർ കാണും. അവരാരെന്നറിയാവോ? ഈ കൂലിപ്പണി കഴിഞ്ഞ് വൈകുന്നേരം ബാറിൽ നിന്ന് ഒരു 1.5 അടിച്ചിട്ട് ബൈക്ക് ഓടിച്ച് വീട്ടിൽ പോകുന്നവർക്ക് പേടിയുണ്ട്. കാരണം അവരെ ഉറപ്പായിട്ടും പിടിക്കും. അവർക്ക് പറ്റാത്തത്രം പരമാവധി പെറ്റിയടിച്ചു വിടും. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. വേറെ ഇവിടെ വലിയ വലിയ വമ്പം പരിപാടി പ്ലാൻ ചെയ്തിട്ടിരിക്കുന്ന ആർക്കും പേടിയില്ല. ഗ്രീഷ്മയൊക്കെ പറയുന്നത് ഇങ്ങനെയല്ലേ, കൂടിപ്പോയ 15 വർഷം, അത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും, അല്ലാതെ എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗോവിന്ദച്ചാമീനെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് എന്തായി? ഒന്നും ആയില്ല. വിധിക്കുന്നൊക്കെ ഉണ്ട്, നടക്കുകയില്ല. ഗ്രീഷ്മേനെ വധശിക്ഷയ്ക്ക് വിധിച്ചു, അത് നടക്കുമോ? നടക്കത്തില്ല. അതിനെ പിന്നെ മീഡിയ ഇട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് ഒട്ടും പേടിയില്ല, കുറ്റബോധമില്ല, എന്നാ ബോൾഡായിട്ട് നിൽക്കുന്നു. പുള്ളിക്കാരൻ്റെ ഒരു തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക, അടുത്ത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട്. പെൺപിള്ളേരെ നിങ്ങൾ കൊണ്ട് വളരണമെന്നൊക്കെ ഉള്ള നിലയിൽ ഇപ്പൊ ഗ്രീഷ്മ ചെയ്തത് വധശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റാണെങ്കിൽ അതേപോലെ തെറ്റിയത് ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2021 ഉണ്ട്, രാഷ്ട്രീയ പിൻബലമുള്ളവരുടെ ഉണ്ട്, ഒത്തിരി പേരുടെ ഉണ്ട്. ഇവർക്ക് ആർക്കും വധശിക്ഷയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, അതൊന്നും കൊടുക്കത്തുമില്ല. അത് പ്രത്യേക സെനാരിയോ അല്ലേ. ഇപ്പം ജഡ്ജിക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും, എന്നാ ഒരു പെണ്ണ് ആണുങ്ങളെ ശരിയായി കളഞ്ഞു, ചതിച്ചെന്നൊക്കെ. മിക്ക കൊലപാതക ഒരുവിധത്തിലുള്ള ചതിയൊക്കെ തന്നെയായി, ഈ കൊട്ടേഷനും അല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ നടക്കുന്നത്. പിന്നെ ഇതിന് മാത്രം എന്താ വലിയ പ്രത്യേകത? എത്രയോ പെൺകുട്ടികളെ കൊല്ലുന്നു, പ്രണയവും അതൊക്കെ നടിച്ച് ബലാത്സംഗം ചെയ്ത് എത്രയോ പേരെ കൊല്ലുന്നു. ഇവരെല്ലാം തൂക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. വധശിക്ഷ വിധിച്ചിട്ടുണ്ടോ? അതും ഇല്ല. അവരുടെ പേര് പോലും ആർക്കും അറിയത്തില്ല. കമാൽ പാഷ പറഞ്ഞ പോലെ ഇത് ചുമ്മാ ജനവികാരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ? അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ സീരിയൽ കണ്ട് അമ്മച്ചിമാർ കരയുന്നുണ്ട്. അപ്പൊ അവരുടെ വികാരത്തെ മാനിച്ചു വേണം ഒരു കാര്യം ചെയ്യാന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് കോടതി വരെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും ഭയങ്കര കഠിനമായിട്ടുള്ള ശിക്ഷ നടത്തി എല്ലാത്തിനെയും ശരിപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ പറയുന്ന കാര്യം ഓക്കെ, ഇതല്ലെങ്കിൽ ഓക്കെ അല്ല, ഒട്ടും ഓക്കെ അല്ല. ഇത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ. ആമ്പിള്ളേർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആണുങ്ങളാണ് അങ്ങനെ ചെയ്യും, ആണുങ്ങളാണ് എങ്ങനെയാ എന്നൊരു സാധനം ഉണ്ടല്ലോ, ആണുങ്ങളാണ് അങ്ങനെ, ആമ്പിള്ളേരെ അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് സ്ത്രീ ആയതുകൊണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ആകണ്ട എന്നൊരു സാധനമുണ്ട്. അതും കൂടി ഇന്നത്തെ വർക്ക് ചെയ്തു കേട്ടോ ഈ പ്രാവശ്യത്തെ ഭീഷ്മയുടെ കേസിൽ. പക്ഷെ കോടതിയെ പേടിയില്ല, ഇവിടുത്തെ നിയമത്തെ പേടിയില്ലാത്തത് വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഋതു എന്ന് പറഞ്ഞ വീട്ടിൽ കയറി 4 പേരെ തലക്കടിച്ച് വന്ന ഒരുത്തിന് അവന് കുറ്റബോധമൊന്നുമില്ല. അവനെ നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. ഇത്ര ഫാസ്റ്റായിട്ട് ഒന്നും നടക്കില്ല. മാനസിക രോഗിയാകും. പിന്നെ ഒരു ഡോക്ടർ ഒരു പുള്ളിക്കാരിനെ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആശുപത്രിയിലിട്ട് ശരിപ്പെടുത്തി അയാളെ തൂക്കിക്കൊന്നോ? ഇല്ല, അയാൾ മാനസിക രോഗിയാണ്. അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം മാനസിക രോഗിയാണ്, എല്ലാവരും മാനസിക രോഗിയാണ്. ഇവിടുത്തെ മിക്കവന്മാരും മാനസിക രോഗികളായി കുറ്റവാളികളില്ല. അവർക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രചോദനം കാണുമല്ലോ ഇത് ചെയ്യാൻ. അങ്ങനെ നോക്കി ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇതൊന്നും നടപടിയാകുന്ന കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ആർക്കെന്തിനോട് പേടിയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം എവിടെയെങ്കിലും കൂട്ടം കൂടി ഡാൻസ് കളിക്കുമ്പോഴോ അല്ലെ രാഷ്ട്രീയ പരിപാടിക്ക് പോകുമ്പോഴോ പോലീസുകാർ പുറത്തുകൊണ്ട് വെച്ച് കീറും എന്നൊരു സാധനമുണ്ട്, ലാത്തി വെച്ച്. അങ്ങനെയുള്ള കാര്യത്തിൽ വേദന എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും. അല്ലാതെ കോടതി ചെന്ന് കേസ് കളിച്ച് ജയിച്ച് അല്ലെങ്കിൽ തോറ്റുപോയി അതിഭയങ്കരമായ ശിക്ഷയ്ക്ക് വിധേയരാകും എന്നുള്ളൊരു പേടിയൊന്നും ആൾക്കാർക്കില്ല. അതില്ല. അതിനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ തന്നെ കയ്യിലുള്ള കുറ്റവാളികൾ ഇഷ്ടംപോലെ കുറ്റകൃത്യം ചെയ്തിട്ട് പോയിട്ട് സുഖമായിട്ട് ജയിലി ഫോണൊക്കെ വിളിച്ച് നൈസായിട്ട് ജീവിക്കുന്നു. അത് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു അവനാകുവാണെങ്കിൽ എനിക്കും ആകാം. ആ ഒരു സാധനമുണ്ട്, എപ്പോഴും ഉണ്ടത്. അവരാ ഒരു പരിധി വരെ പേടിയില്ലാതാക്കുന്നത്. അവരാണ് നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്നത്. അവർ തന്നെയാണ്. തെളിവുകളുടെ അഭാവം അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അഭാവം ഉണ്ടാകാനൊരു കാരണമുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കേസിൽ വരുമ്പോൾ തെളിവുകളുടെ അഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുക. തെളിവുകളുടെ അഭാവം ഉണ്ടാകാൻ ഒരു കാര്യമുണ്ട്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ബാധിക്കുന്നത്. പിന്നെ ഈ കേസൊക്കെ ഇങ്ങനെ നീണ്ടു പോകും, വർഷങ്ങളോളം, 5 വർഷം 10 വർഷം ഇങ്ങനെ പോകും. അതെല്ലാം കാരണം ഈ വക്കീൽമാരാവട്ടെ, ഇമാർക്ക് പൈസ കിട്ടുന്നൊരു സോഴ്സായത്. ഈ സോഴ്സിനെ അവരൊരിക്കലും ഇല്ലാതാക്കത്തില്ല. അവരെ നീക്കി കൊണ്ടുപോകും എത്ര കാലമേ. ഇവിടുത്തെ നിയമവ്യവസ്ഥ സത്യത്തിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അല്ലാതെ ഇത് ആൾക്കാർക്ക് നേരി കിട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നിങ്ങൾ അതിനകത്ത് വിശ്വസിക്കരുത്. ഭയങ്കര ഭീകര പോരാട്ടങ്ങളൊക്കെ നടത്തി നീതി ലഭിച്ചു എന്നൊക്കെ പറയുന്ന കഥകളുണ്ടായിരിക്കുക. പക്ഷെ എത്രയോ സമയം വർഷങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാ അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ട്. എത്രയോ സമയവും പൈസയും ഒക്കെ. സത്യം പറഞ്ഞാൽ നല്ലൊരു സിസ്റ്റമുള്ള രാജ്യത്താണെങ്കിൽ അതിന് അത്രയും കാലങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ കൊലപാതകി, ഇപ്പം ഋതുവിനെ പോലെ കൊലപാതകി അയാളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് തെളിവെടുപ്പ് അവനിങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരമൊന്നും കാണത്തില്ല. അവനെ അവർ പ്രോസിക്യൂട്ട് ചെയ്തൊന്നും ഇല്ലായിരിക്കും. ചിലപ്പം
വധശിക്ഷ വിധിക്കുകയോ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കി അവരെ തീർത്ത് കളയും. അവർക്ക് അതിനകത്ത് കുറ്റവാദമൊന്നും കാണുകയില്ല. അങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അല്ലാതെ ഈ ക്രിമിനൽസിനെ എല്ലാം കുറെ കൊണ്ട് ഒരു 5 വർഷത്തേക്ക് കൊണ്ട് ജയിലിലിട്ട് അത് കഴിയുമ്പോൾ പിന്നെയും ജാമ്യം കൊടുത്ത് ഇറക്കി, ജാമ്യം അവരുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇറക്കി, പിന്നെ അവരൊന്നും എന്തെങ്കിലും കത്തറടിച്ച് പിന്നെയും ജയിലിൽ പോയി, പിന്നെയും അവരിറങ്ങി. ഇത് തന്നെ കളി. ജാമ്യം പ്രതിയുടെ അവകാശമാണെങ്കിൽ ജീവിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് പോയി കാമുകൻ പോയി പൂജാരിയുടെ ഭാര്യയെ കൊന്നു. അവനും വലിയ കുറ്റബോധമൊന്നുമില്ല. അവനൊക്കെ ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. മനസ്സിലായോ? ധൈര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ധൈര്യം. എന്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു വക്കീലിനെ വെച്ച് കളിക്കുക, ഊരിപ്പോകും കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷം തടവ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തീർന്നു. ഈ തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സൗകര്യമായിട്ട് ഉപയോഗിക്കുമായിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. ജയിലിൽ നല്ല ഫുഡ് കിട്ടും, അവിടെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ചെയ്താൽ മതി. വീട്ടിലെ കാര്യം പറയണ്ട, നാട്ടിലെ കാര്യം പറയണ്ട, കഞ്ഞി മേടിക്കണ്ട, അരി മേടിക്കണ്ട, വീട്ടിലെ ടൈം മേടിക്കണ്ട, പിള്ളേരെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ട, എല്ലാം നൈസായിട്ട് നടന്നു പോകും. ഇവിടെ ജയിലിൽ കിടന്നിട്ട് പുതിയ വീട് വന്നിട്ട് എനിക്ക് കയറിത്താമസം വെച്ച പ്രതികൾ വരെ ഉണ്ട്. ഇതാണ് സംഭവം. ഇപ്പം ഇവിടുത്തെ നിയമ സംവിധാനം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. പിന്നെ അത് സത്യവും കൂടെ ആയതുകൊണ്ട് ആണ് ആൾക്കാർ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഒപ്പിക്കുന്നത്. അല്ല വേറെ ജനറേഷൻ മാറിയതിൻ്റെ ഒന്നും കാര്യമൊന്നുമല്ല. ജനറേഷൻ മാറിയപ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായി ഇത് വലിയ സംഭവമല്ലെന്ന്, അത്രേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പല കാര്യങ്ങളും പുറത്തു വരത്തില്ലായിരുന്നു. അതായിരുന്നു സംഭവം. അല്ലാതെ അവിടെ കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മയൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൂ. അല്ലാതെ ഗ്രീഷ്മ അങ്ങനെ ചെയ്തു, ഗ്രീഷ്മയ്ക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് മീഡിയ ഗ്രീഷ്മനെ കണ്ട് പൊക്കിയടിച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനത്തെ വാർത്ത കാണുന്ന ഇഷ്ടം. ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സാധാരണപ്പെട്ട ഹോട്ടലിൽ ചെല്ലുവാണെങ്കിൽ മിക്ക ഹോട്ടലിലും എപ്പോഴും വാർത്ത കഴിയും. അത് പാട്ടൊന്നുമില്ല. പാട്ടൊക്കെ ഇട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വല്ല ബാറിലൊക്കെ പോകണം, അല്ല നല്ല ഹോട്ടലിൽ പോകണം. ലോക്കൽ നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലിലൊക്കെ എപ്പോഴും വാർത്ത കഴിക്കും. എപ്പോഴും വാർത്ത, എപ്പോഴും എന്തെങ്കിലും മനുഷ്യന്റെ മാനസികതയെ തകർന്ന് മറിക്കുന്ന എന്തെങ്കിലും കേസ് കിട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോയി ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ പോയി അങ്ങനെ ഒന്ന്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയായിരിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ വാർത്തയൊന്നും കേൾക്കണ്ട എന്നൊരവസ്ഥ ജന്മന അങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ചെവി കേൾക്കാത്ത ആൾക്കാർ, അവരെയും കൂടെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. ഒരു വിധത്തിലും ഒരു മനുഷ്യന്റെ ഒരു സമാധാനം കൊടുക്കുകയില്ല, ഒരു വിധത്തിലും. വല്ലാത്ത സാധനമായിട്ടോ ഇത്. എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഇങ്ങനത്തെ പരിപാടികൾ ഇനി ഇവിടെ നടക്കും. അല്ലെ ഇവിടുത്തെ സിസ്റ്റം മാറണം. അതോടനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിന് സാമൂഹ്യ ബോധമുള്ള രാഷ്ട്രീയക്കാരൊക്കെ വേണം. അതിവിടെ ഇല്ലല്ലോ, അതിവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം മാറത്തില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നാളെ നമ്മളെ ആരും ഒന്ന് തല്ലിക്കൊല്ലരുത് എന്ന് നിർബന്ധമുള്ളവരെ സൂക്ഷിച്ച് ജീവിക്കാന്നുള്ളൂ. അല്ലാതെ നിയമ സംവിധാനവും പരിരക്ഷയൊന്നും അതൊന്നും കിട്ടത്തൊന്നുമില്ല.